ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദും അമലും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ അമല് ചോദിക്കുന്നുണ്ട്, സത്യേട്ടന്റെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞാൽ സത്യമാണോ, അതോ എന്നെ പറ്റിച്ചിട്ട് ഇവിടുന്ന് പോകോ എന്ന് ചോദിക്കുമ്പോ ഗംഗപ്രസാദ് പറയുന്നുണ്ട്, നിന്നെ വിവാഹം കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ എന്ന രീതിയിൽ പറയുമ്പോ അമലുവിനെ സന്തോഷമാണ്. അമല് ഗംഗപ്രസാദ് ഒന്നുകൂടി കെട്ടിപ്പിടിച്ച് കിടക്കാട്ടോ. ശേഷം പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട്, അതെ ആ തലക്ക് സുഖമില്ലാത്തവരുണ്ടല്ലോ വേലു, അവനെ ഞാൻ ഇത് കണ്ടു കഴിഞ്ഞാ പിന്നെ അത് മതി, അല്ലെങ്കിൽ തന്നെ വിനായകേട്ടനെ എങ്ങനെ കാട് കടത്താന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അവൻ. കഴിഞ്ഞ ദിവസം അവൻ പറയാണേ, അവനെ തേൻ കൊടുക്കാൻ വേണ്ടിട്ടെ ഒരു 6-7 മാസം കൂടുമ്പോ നാട്ടിലേക്കൊക്കെ പോവാറുണ്ട്. അപ്പൊ ആ കൂട്ടത്തില് വിനായകേട്ടനും കൊണ്ടുപോയിക്കോട്ടെ എന്ന് അവൻ അച്ഛനോട് ചോദിക്കുന്നത് ഞാൻ കേട്ടതാണ് എന്ന് പറയുമ്പോഴേക്കും ഗംഗപ്രസാദ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര ആ അലവലാതി നാട്ടിലേക്കൊക്കെ പോവാറുണ്ടെന്നോ, ഇനി അവനെങ്ങാനും എന്റെ ന്യൂസ് എങ്ങാനും അറിയോ, മിക്കവാറും നാട്ടിലെന്നല്ല എല്ലായിടത്തും എന്റെ ഫോട്ടോ പതിപ്പിച്ച എന്തെങ്കിലുമൊക്കെ പോസ്റ്ററൊക്കെ എവിടെയെങ്കിലും വെക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ആ അയാൾ എങ്ങനെ അത് കാണോ എന്നൊക്കെ ഒരു പേടി നമ്മുടെ ഗംഗപ്രസാദ് മനസ്സിൽ വരും കേട്ടോ. അപ്പൊ അമല് ചോദിക്കണ്ടേ, എന്താ എന്താ ടെൻഷൻ ആയതെന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല എന്ന് ഗംഗപ്രസാദ് കാണിക്കണ്ടേ. എന്തായാലും ഞാൻ വിനായകേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരിക്കലും വിനായകേട്ടനെ ഞാൻ ആയിട്ട് കൈവിടില്ല, പക്ഷെ വിനായകേട്ടനെ ചതിക്കരുത് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇത്രയും പ്രണയിക്കുന്നത് ആദ്യമായിട്ടാ. വേലുവേട്ടനെ അച്ഛനും അമ്മയും പറഞ്ഞു വെച്ചതേ ഉള്ളൂ എനിക്ക് വേണ്ടി, പക്ഷെ എനിക്ക് വേലുവേട്ടനെ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. അയാളെ എനിക്ക് ഏട്ടനെ പോലെ കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. പക്ഷെ വിനായകേട്ടനോട് എനിക്ക് എന്തോ വല്ലാത്തൊരു അടുപ്പം തോന്നുവാ. ഞാൻ പറഞ്ഞില്ലേ കാട്ടില് ദിവ്യശക്തിയുള്ള ഒരു അമ്മേനെ കുറിച്ച്, ആ അമ്മ എന്നോട് പറയുകയും ചെയ്തു നാട്ടിലൊരാളെ എന്നെ വിവാഹം കഴിക്കാന്ന്. അപ്പൊ അതുകൊണ്ട് വിനായകേട്ടനായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് വിനായകേട്ടൻ ഇത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നത് എന്നൊക്കെ പണ്ടിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗംഗപ്രസാദ് അത് മുതലെടുക്കുക കേട്ടോ. കാരണം ഗംഗപ്രസാദ് അമലുവിനോട് അത്ര അങ്ങനത്തെ താല്പര്യമൊന്നും ഇല്ല, പക്ഷെ തന്റെ കാര്യം കാണാൻ വേണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ കൂടെ നിർത്തിയേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും അവിടേക്ക് വേലായുധം വരുന്നുണ്ട്. വേലായുധം വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അമലു ഗംഗപ്രസാദിന്റെ കൈയും കാലൊക്കെ ഇങ്ങനെ തിരുമ്മി കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ വേലായുധന്റെ ദേഷ്യം വരും കേട്ടോ. വേലായുധൻ നമ്മുടെ മൂപ്പനോടും അതുപോലെ തന്നെ മൂപ്പന്റെ ഭാര്യ അടുത്തും പറയുന്നുണ്ട്, അതെ ഞാനിപ്പോ പുറത്തേക്ക് പോയപ്പോഴേ 2 പോലീസുകാർ വന്നിരുന്നു, എന്നോട് ചോദിച്ചിരുന്നു നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോന്ന്. വല്ല ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കാനാ പറഞ്ഞത്. എന്നിട്ട് നീ ആ ചെക്കനെ ഒറ്റിയോടാ വിനായകന്, എടാ പരമദ്രോഹി, നീ അവനെ ഒറ്റിയോ? നീ ഒറ്റും, കാരണം നിനക്ക് ഇഷ്ടമല്ലല്ലോ അമല അവനോട് സംസാരിക്കുന്നത്. ഞാൻ ഒറ്റിയിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ പലവട്ടം വിചാരിച്ചതാണ് പറഞ്ഞു കൊടുത്താലോന്ന്. എടാ പറഞ്ഞു കൊടുക്കടാ, ആ ചെക്കന് ഒരുപാട് ശത്രുക്കളുണ്ട്, അവനെ കൊല്ലോടാ. എന്റെ മാമ ഇതൊക്കെ വിശ്വസിക്കുകയാണോ അവൻ പറഞ്ഞ അറിവ് മാത്രമേ നമുക്കുള്ളൂ, നമുക്ക് സത്യം എന്താണെന്ന് അറിയില്ലല്ലോ. നീ എന്തായാലും സത്യം അന്വേഷിക്കാന്ന് പോകണ്ട, അവൻ പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്, നീ അതിനും അന്വേഷിക്കാൻ നിൽക്കേണ്ട എന്ന് പറയാണ്. എന്തായാലും അമലുവിന് കുറച്ച് അടുപ്പം അവനോടുണ്ട്. അതെ അവൻ സുഖമില്ലാതെ കിടക്കല്ലേ, അവനോട് എന്തടുപ്പം തോന്നാനായിട്ടാണ്. ഇനി അവൾ എങ്ങാനും അവനെ കെട്ടിയാൽ മതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് അങ്ങോട്ട് കെട്ടിക്കും, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. മാമ എന്ന് പറയുമ്പോഴേക്കും എന്തായാലും നീ അവളുടെ മനസ്സിൽ കീഴടക്കാൻ നോക്ക്, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്റെ മോൾക്ക് ആരെ വിവാഹം കഴിക്കണം തോന്നണോ അത് അവളുടെ ഇഷ്ടമല്ലേ, അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിവാഹം കഴിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട് മൂപ്പൻ. അത് കേൾക്കുമ്പോ വേലുവിന്റെ ദേഷ്യം വരും കേട്ടോ. വേലു വേഗം അകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് ഗംഗപ്രസാദിനോട് പറയുന്നുണ്ട്, അതെ വിനായക, എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട്. താൻ ചാവാൻ വേണ്ടി കിടന്നപ്പോഴേ ഞാനാണ് തന്നെ രക്ഷപ്പെടുത്തി ഇവിടേക്ക് വന്നത്. ദൈവമായിട്ട് തനിക്ക് ഒരു ആയുസ്സും കൂടി നീട്ടി തന്നേന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കണ്ടില്ലായിരുന്നെങ്കിൽ വല്ല പന്നിയോ അല്ലെങ്കിൽ കുറുനരിയോ കുറുക്കനോ തന്നെ തിന്ന് ഭക്ഷണം ആക്കുമായിരുന്നു. ഞാനൊരു 5 മിനിറ്റ് താമസിച്ചെങ്കിൽ പോലും ചിലപ്പോ കുറുക്കനോ അങ്ങനെ വരുമായിരിക്കും, തന്നെ തിന്ന് ഭക്ഷണം ആക്കുകയും ചെയ്യും. അപ്പൊ തന്നെ രക്ഷപ്പെടുത്തിയത് ഞാനാണ്. ആ ഒരു നന്ദി എന്നോട് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടുള്ള പാവം ജനങ്ങളെയും പാവം പെണ്ണുങ്ങളെയും പറ്റിക്കാതിരുന്നാ മതി എന്ന് പറയുമ്പോ അമല് പറയുന്നുണ്ട്, അല്ല വേലുവേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് എന്താന്നേ ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ പോലീസുകാരുടെ ഒക്കെ ഇവിടെ അന്വേഷിച്ചു വരുന്നുണ്ട്, നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. ഞാൻ ഇതുവരെ ഇയാളുടെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇയാളുടെ ഒരു ഉദ്ദേശം വല്ലതും വേറെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇയാളുടെ പേര് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേലു അവിടുന്ന് പോവാണ്. അത് കേൾക്കുമ്പോഴേക്കും ഗംഗപ്രസാദിന്റെ ദേഷ്യം വരട്ടോ. അമല് പറയണ്ട്, അയാളത് വെറുതെ പറയണതാ, അയാൾക്ക് പറയാൻ മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യാനൊന്നും അയാൾക്ക് അറിയത്തില്ല. വിനായകേട്ടൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് വിനായകേട്ടനെ സുഖപ്പെടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാട് വിട്ട് നാട്ടിലേക്ക് പോവാം എന്ന് പറയാണ്. അതെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് നമ്മുടെ ഗംഗപ്രസാദ് അമലുവിനോട് പറയണ്ടോ. അപ്പൊ അമലു വീണ്ടും ഗംഗപ്രസാദിന്റെ കൈയൊക്കെ തടവി അങ്ങനെ അങ്ങോട്ട് ഇരിക്കുകയാണ്. അപ്പൊ അമല് മനസ്സിൽ വിചാരിക്കുകയാണ്, ഹോ നാട്ടിൽ നിന്ന് ഒരാള് എന്നെ വിവാഹം കഴിക്കാൻ പറയുന്നത് പറഞ്ഞത് എത്ര നല്ല കാര്യം, എത്ര ശരിക്കുള്ള കാര്യമാണ്. ഹോ നാട്ടിൽ നിന്ന് വന്നേക്കുന്ന രാജകുമാരൻ ഇയാളായിരിക്കും, എനിക്ക് ഇയാളെ ഒത്തിരി ഇഷ്ടം, ഇയാളെ തന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റണേ എന്ന് പറഞ്ഞിട്ട് അമലു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നാട്ടിൽ നിന്ന് ഒരാൾ വന്ന് വിവാഹം കഴിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഗംഗപ്രസാദ് അല്ല, ഇനി ബൈജു ആണോന്നാണ് എനിക്ക് സംശയം. എനിക്ക് തോന്നുന്ന ബൈജു ആയിരിക്കും മിക്കവാറും അമലുവിനെ വിവാഹം കഴിക്കണേട്ടോ.
കാരണം ബൈജുവിന് എത്രയും പെട്ടെന്ന് വിവാഹം നോക്കണോന്ന് കിരണും കല്യാണിയും പറയാറുണ്ട്. ആ സമയത്ത് തന്നെയാണ് അമലുടെ എൻട്രി. ഈ അമലു എന്ന് പറഞ്ഞ ക്യാരക്ടർ മിക്ക സീരിയലിലും ഒരു സെക്കൻഡ് ഹീറോ ആയിട്ടും അതുപോലെ തന്നെ ഹീറോയിന്റെ നായികയുടെ അനിയത്തിയായിട്ടൊക്കെ അഭിനയിച്ചത് കൊണ്ട് തന്നെ ഇതിലും നല്ലൊരു കഥാപാത്രം തന്നെ കൊടുക്കാനാണ് ചാൻസ്. എന്തായാലും ഗംഗപ്രസാദ് കെട്ടില്ലെന്ന് ഉറപ്പാണ്. ഗംഗപ്രസാദ് ഒരു ഫ്രോഡാണ്. മാത്രമല്ല ഗംഗപ്രസാദ് ആണെന്നുണ്ടെങ്കിൽ കെട്ടണമെന്നുണ്ടെങ്കിൽ മറ്റവളെ മാത്രമേ കെട്ടുള്ളൂ, സ്റ്റെഫീന. അത് മാത്രമല്ല അമലു ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിലുള്ള വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബൈജു ആയിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താഴെ കമന്റ് ചെയ്യണേ. അതേസമയം പ്രൊമോയില് വേറൊരു ഭാഗം കാണിക്കുന്നുണ്ട്. കാർത്തിക നമ്മുടെ ലക്ഷ്മിയമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഇടയ്ക്കിടയ്ക്ക് കല്യാണി ഒരു സ്വപ്നം കാണുന്നുണ്ട്, ഗംഗപ്രസാദ് ജീവനോടെയുള്ള സ്വപ്നം. അപ്പോ അതുകൊണ്ട് എന്താണ് അവൾക്ക് നല്ല പേടിയുണ്ട്, ഗംഗപ്രസാദ് ജീവനോടെ ഉണ്ടോ എന്ന് അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, കല്യാണി മോൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പേടിക്കണം, കല്യാണി മോള് സ്വപ്നത്തിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാർത്തിക പറയണ്ട, അമ്മേ സത്യം പറയാലോ ഈ ഗംഗപ്രസാദ് മരിച്ചോന്ന് എനിക്കും സംശയമുണ്ട്. അമ്മക്കറിയാവുന്നതല്ലേ, ചെറിയൊരു ജീവൻ ഉണ്ടെങ്കിലും ആ ജീവൻ വെച്ച് വരുന്ന ഐറ്റം അവൻ. തമിഴ്നാട്ടിൽ വെച്ചിട്ട് എത്ര വർഷം അവൻ മരണപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ വാർത്ത നമ്മൾ കേട്ടതാണ്. എന്നിട്ട് അവൻ 10 മടങ്ങ് ശക്തിയോടല്ലേ തിരിച്ചു വന്നത്. പിന്നെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ദീപ അത് കല്യാണിന്റെ അമ്മ മരിച്ചപ്പോ സത്യം പറഞ്ഞാൽ അച്ഛനും മരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനും അതോടെ ഒടുങ്ങിയാൽ മതി എന്ന് അച്ഛന്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ എന്റെ വിവാഹം കാണുന്ന ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം അച്ഛനും ജീവനോട് ഇപ്പൊ ഇരിക്കുന്നതെന്ന് പറയുമ്പോ ലക്ഷ്മി പറയുന്നുണ്ട്, അത് നിന്റെ അച്ഛൻ മാത്രമല്ല മോളെ, എനിക്കും മരിക്കാൻ ഒരു പേടിയില്ല, ജയിലിൽ പോകാനോ മരിക്കാനോ ഒരു പേടി എനിക്കില്ല. പക്ഷെ നിന്റെ വിവാഹം എനിക്ക് കാണണം, ദിലീപിന്റെ കയ്യിലേക്ക് നിന്നെ പിടിച്ചു കൊടുക്കണം, അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. അത് കണ്ട് എനിക്ക് എന്റെ ഉയിര് ദൈവം മുകളിലേക്ക് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്കൊക്കെ വേണ്ടിട്ട് ശബരിമലക്ക് പോകാൻ വേണ്ടി പോകാണ്. കൂടെ രതീഷും ബൈജും ഒക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. അത് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് മക്കളെ. ഇപ്പൊ നിങ്ങളുടെ അച്ഛൻ ജീവിക്കണത് നിനക്കും കല്യാണിക്കും കാദംബരിക്കും നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ജീവിക്കണത്. നിങ്ങൾക്ക് നല്ലത് വരാനും നിങ്ങൾക്ക് ഒരു ആപത്ത് വരാതിരിക്കാനും നിന്റെ കല്യാണം നടക്കാനും ഒരു ആപത്തിൽ അത് നടക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ശബരിമലക്ക് പോണത്. അറിയാലോ, നാളെയാണ് അച്ഛൻ മലക്ക് പോകാൻ പോണത്. അതെ, ഇന്ന് നമുക്ക് അങ്ങോട്ട് പോകണ്ടേ കല്യാണിയുടെ വീട്ടില്. അതെ, ഇന്ന് വൈകിട്ട് അവിടെയൊക്കെ പോണം. കാരണം നാളെ രാവിലെ തന്നെ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കെട്ടുനിറയുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഉണ്ടാവണം. എന്തായാലും അവനെ ഇപ്പൊ മനസ്സിലൊരു പേടിയുണ്ട് മോളെ. അവൻ പുറത്തേക്ക് പോകുമ്പോ എപ്പോഴാണ് മുമ്പിലേക്ക് വന്ന് ചാടാന്നുള്ളത്. അമ്മേ പേടിക്കണ്ട അമ്മേ, എനിക്കാകെ ഒരു കാര്യത്തിൽ മാത്രമേ പേടിയുള്ളൂ. നമ്മളുടെ അടുത്തുള്ള ദേഷ്യം കൊണ്ട് അവൻ മറ്റാരെങ്കിലും ഉപദ്രവിക്കുമെന്ന് പേടിയുള്ളൂ. ഈ കല്യാണിന്റെ അമ്മേനെ ഉപദ്രവിച്ച പോലെ വേറെ ആർക്കും അതുപോലെ പറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് സഹിക്കാൻ പറ്റില്ലല്ലോ അമ്മേ, അതാ എന്റെ പേടി എന്നൊക്കെ കാർത്തിക പറയുന്നുണ്ട്. ലക്ഷ്മിയോ പറയുന്നുണ്ട്, അവൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടും ഞാൻ തോക്കുമായിട്ട് ഇപ്പോഴും നടക്കാറുണ്ട് മോളെ. എന്റെ ബാഗിൽ എപ്പോഴും ഞാൻ തോക്ക് വെക്കാറുണ്ട്. കാരണം എങ്ങാനും അവൻ ജീവനോടെ വരുവാണെങ്കിൽ അവന് ആ ഒരു വെടിക്കുള്ളിൽ തീർക്കാനായിട്ട് എന്നൊക്കെ ലക്ഷ്മി അമ്മയും പറയാട്ടോ. അങ്ങനെ കാർത്തികൻ ലക്ഷ്മിയമ്മ രാവിലെ തന്നെ കിരണിന്റെയും കല്യാണിന്റെയും വീട്ടിലേക്ക് പോവാണ്. അവിടെ പ്രകാശൻ മലക്ക് പോകാൻ വേണ്ടി കെട്ടൊക്കെ നിറച്ചും പ്രകാശിന് രതീഷൊക്കെ ഉണ്ട്. അവര് മലക്ക് പോകാൻ വേണ്ടി പോകുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചു കേട്ടോ. പിന്നെ പ്രകാശിന്റെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കല്യാണിയൊക്കെ ഉണ്ടായ സമയത്ത് പ്രകാശൻ മലക്ക് പോകുന്ന സമയത്തും മാലയിട്ട സമയത്തും ദീപനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് കേട്ടോ. വഴക്ക് പറഞ്ഞിട്ടുണ്ട്, തള്ളിയിട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് പ്രകാശിനെ മലക്കിങ്ങനെ കെട്ട് നിറക്കുന്ന സമയത്ത് പ്രകാശിന്റെ മനസ്സിൽ ആ ഒരു ചിന്തകളൊക്കെയാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗത്തോടാണ് പ്രൊമോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.